നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ജനങ്ങളെ ഒഴിപ്പിച്ച് നഗരം പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രവർത്തനത്തിൽ വരും എന്നാണ് പലരുടെയും ചോദ്യം. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഗസ പിടിച്ചെടുത്ത് അവിടം ഒരു കടൽത്താര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത്. ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഈ സുഹൃത്താണ് ട്രംപെന്നും എല്ലാവരും ശ്രദ്ധ നൽകേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗസയെ വാസയോഗ്യമല്ലാതാക്കിയിരിക്കുകയാണ് എന്നും ഈ മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ പോലും ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് യുഎസിനൊപ്പം മുൻനിരയിൽ നിന്ന് ഈജിപ്തിനും ഖത്തറിനും മേൽ പുതിയ സമ്മർദ്ദങ്ങൾക്കും ഈ തീരുമാനം വഴിയൊരുക്കും. ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനായി ദീർഘകാലമായി വാദിക്കുന്ന രാജ്യങ്ങളാണ് ഈജിപ്തും ഖത്തറും. ഗസയുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇതിനു മുൻപും ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി കൂടിയായ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ പലരും സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കുന്നത്. തകർന്ന കെട്ടിടങ്ങൾ അമേരിക്ക പുനർനിർമ്മിക്കുമെന്നും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലുള്ള ബോംബുകളും മറ്റും നിർവീര്യമാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അറബ് രാജ്യങ്ങൾ പലതും ഇതിനോടകം തന്നെ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇത്തരത്തിലൊരു ഏറ്റെടുക്കൽ നടത്താൻ കഴിയുക എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഫലസ്തീൻ പൗരന്മാരെ ജോർദാനിലും ഈജിപ്തിലുമായി മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇത് അപ്രായോഗികമാണ് എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായ സൗദിയും ഉൾപ്പെടുന്നു. ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള പണം ആര് ചെലവാക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹമാസ് തീവ്രവാദി സംഘടനയായ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതും വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഗസയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റിയാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് താൽക്കാലികമായി കുടിയേറിയ പൗരന്മാർ മടങ്ങിയെത്തിയാൽ എവിടെ താമസിക്കുമെന്ന ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട്.